Dear students, welcome to another online class. This is our 16th online class. Today we are discussing three important basic accounting concepts. They are materiality concepts, consistency concepts and conservatism concepts. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, പ്രസക്തി തത്വം, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, സ്ഥിരതാ തത്വം, കൺസർവേറ്റിസം കോൺസെപ്റ്റ്, മുൻകരുതൽ തത്വം. ഈ മൂന്ന് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്സ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്സ്, പ്രസക്തി തത്വം. പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുവാൻ പാടില്ല എന്നതാണ് ഈ തത്വം. പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൻ്റെ ലക്ഷ്യം. പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. പ്രസക്തമായ വസ്തുതകൾക്കാകണം ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ മുൻഗണന നൽകേണ്ടത്. പ്രധാനപ്പെട്ട വസ്തുതകൾക്കാകണം ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുമ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. വരുമാനം കണക്കാക്കുന്നതിൽ പ്രസക്തമായ വസ്തുതകൾ രേഖപ്പെടുത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും അപ്രസക്തമായ വസ്തുതകൾ രേഖപ്പെടുത്തുന്നതിലും വരുമാനം നിശ്ചയിക്കുന്നതിൽ അപ്രസക്തമായ വസ്തുതകൾ രേഖപ്പെടുത്തുന്നതിനും അവതരിപ്പിക്കുന്നതിനും പരിശ്രമിക്കേണ്ടതില്ല എന്നാണ് ഈ തത്വം പറയുന്നത്. ഇവിടെ ഒരു ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്: എന്താണ് പ്രസക്തമായ വസ്തുത എന്നത്? ഒരു വസ്തുതയുടെ പ്രസക്തി അതിൻ്റെ സ്വഭാവത്തെയും തുകയെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു വസ്തുത ഉപയോഗിക്കുന്ന ആളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ വസ്തുതയ്ക്ക് പ്രസക്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രസക്തി തത്വം? എന്താണ് പ്രസക്തി? എന്തിന് പ്രാധാന്യം നൽകണമെന്നാണ് പ്രസക്തി തത്വം പറയുന്നത്? അപ്രസക്തമായ വിവരങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ല. അതേസമയം പ്രസക്തമായ കാര്യങ്ങൾക്ക് അപ്രസക്തമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുവാൻ പാടില്ല എന്നതാണ് ഈ തത്വം. This concept states that importance should be given to important facts by ignoring insignificant details. This concept states that importance should be given to important facts by ignoring insignificant details. Otherwise, accounting will be അപ്രധാനമായ വിവരങ്ങൾ ഒഴിവാക്കി പ്രധാനപ്പെട്ട വസ്തുതകൾക്ക് നൽകണം എന്നാണ് ഈ തത്വം പറയുന്നു. അപ്രധാനമായ വിവരങ്ങൾ ഒഴിവാക്കി പ്രധാനപ്പെട്ട വസ്തുതകൾക്ക് നൽകണം എന്ന് ഈ തത്വം പറയുന്നു. അപ്രധാനമായ വിവരങ്ങൾ ഒഴിവാക്കി പ്രധാനപ്പെട്ട വസ്തുതകൾക്ക് നൽകണം എന്ന് ഈ തത്വം പറയുന്നു. Otherwise, accounting will be overloaded with the minute details. അല്ലാത്ത പക്ഷം നിസ്സാരമായ വിവരങ്ങളെ കൊണ്ട് അക്കൗണ്ടിംഗ് ഓവർലോഡായിരിക്കും. അല്ലെങ്കിൽ അപ്രധാനമായ വിവരങ്ങളെ കൊണ്ട് അക്കൗണ്ടിംഗ് ഓവർലോഡ് ആയിരിക്കും. Irrelevant information should be omitted from financial statements.
Irrelevant information should be omitted from financial statement. അപ്രധാനമായ വിവരങ്ങൾ ധനകാര്യ പത്രികയിൽ നിന്നും ഒഴിവാക്കണം. അപ്രധാനമായ വിവരങ്ങൾ ധനകാര്യ പത്രികയിൽ നിന്നും ഒഴിവാക്കണം. ഈ കോൺസെപ്റ്റ് പറയുന്നത് ഇത്ര മാത്രമാണ്. അപ്രധാനമായ വിവരങ്ങൾ ഒഴിവാക്കി പ്രാധാന്യം പ്രധാനപ്പെട്ട വിവരങ്ങൾക്ക് നൽകണം എന്ന് ഈ തത്വം പറയുന്നു. ഉദാഹരണത്തിന്, ഇടപാടുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുക വളരെ ചെറുതാണെങ്കിൽ അക്കൗണ്ടിംഗ് തത്വങ്ങളും സങ്കല്പങ്ങളും അതുപോലെ പിന്തുടരേണ്ടതില്ലെന്നും ഈ കോൺസെപ്റ്റ് പറയുന്നു. ഇടപാടുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുക വളരെ ചെറുതാണെങ്കിൽ അക്കൗണ്ടിംഗ് തത്വങ്ങളും അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് തത്വങ്ങൾ അതുപോലെ പിന്തുടരേണ്ടതില്ല എന്ന് ഈ ആശയം ഓർമ്മിപ്പിക്കുന്നു. ഇടപാടുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുക വളരെ ചെറുതാണെങ്കിൽ തനതായ അക്കൗണ്ടിംഗ് തത്വങ്ങളും സങ്കല്പങ്ങളും അതുപോലെ പിന്തുടരേണ്ടതില്ല എന്ന് ഈ ആശയം ഓർമ്മപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, കാൽക്കുലേറ്റർ, പേന തുടങ്ങി ഒന്നിലധികം വർഷം ഉപയോഗ്യമാണെങ്കിലും സ്റ്റേഷനറി എന്ന തലക്കെട്ടിൽ റവന്യൂ ചെലവായി അതത് വർഷത്തെ ലാഭം കണ്ടുപിടിക്കുന്നതിന് പരിഗണിക്കുകയാണ്. ഉദാഹരണത്തിന്, കാൽക്കുലേറ്റർ, പേന തുടങ്ങിയവ ഒന്നിലധികം വർഷം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവ അസറ്റായി രേഖപ്പെടുത്തുന്നതിന് പകരം സ്റ്റേഷനറി എന്ന തലക്കെട്ടിൽ റവന്യൂ ചെലവായി കണക്കാക്കി അതത് വർഷത്തെ ലാഭം കണ്ടുപിടിക്കാനാണ് ഇത് പരിഗണിക്കുന്നത്. ഓക്കെ, എന്താണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്? അപ്രധാനമായ വിവരങ്ങൾ ഒഴിവാക്കി പ്രാധാന്യം പ്രധാനപ്പെട്ട വസ്തുതകൾക്ക് നൽകണം എന്ന് ഈ തത്വം പറയുന്നു. അല്ലാത്ത പക്ഷം നിസ്സാരമായ വിവരങ്ങളെ കൊണ്ട് അക്കൗണ്ടിംഗ് ഓവർലോഡ് ആയിരിക്കും. അപ്രധാനമായ വിവരങ്ങൾ ധനകാര്യ പത്രികയിൽ നിന്നും ഒഴിവാക്കണം. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, സ്ഥിരതാ തത്വം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലങ്ങൾ മറ്റു സ്ഥാപനങ്ങളുടേതുമായും ബിസിനസ്സിൻ്റെ തന്നെ ഒന്നിലധികം വർഷങ്ങളുടേതുമായും താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലം മറ്റു സ്ഥാപനങ്ങളുടേതുമായും ബിസിനസ്സിൻ്റെ തന്നെ ഒന്നിലധികം കാലയളവുകളിലേതുമായും താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ അക്കൗണ്ടിംഗ് തത്വങ്ങളും നടപടിക്രമങ്ങളും ഒരേപോലെ പിന്തുടരേണ്ടതുണ്ട്. അതുപോലെ ഒരു സ്ഥാപനം പിന്തുടരുന്ന അക്കൗണ്ടിംഗ് നയങ്ങളും കീഴ്വഴക്കങ്ങളും ഒരേ തരത്തിലുള്ളതും കാലങ്ങളോളം സ്ഥിരത ഉള്ളതുമായിരിക്കണം. എന്താണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്? This concept states that accounting practices should remain same from year to year. This concept states that accounting practices should remain same from year to year. അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങൾ എല്ലാ വർഷങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യണം എന്ന് ഈ തത്വം പറയുന്നു. അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങൾ എല്ലാ വർഷങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യണം എന്ന് ഈ തത്വം പറയുന്നു. സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഷുഡ് ബി യൂസ്ഡ് ഫ്രം ഇയർ ടു ഇയർ. സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഷുഡ് ബി യൂസ്ഡ് ഫ്രം ഇയർ ടു ഇയർ. ഒരേ അക്കൗണ്ടിംഗ് മെത്തേഡുകൾ, ഒരേ അക്കൗണ്ടിംഗ് രീതികൾ എല്ലാ വർഷങ്ങളിലും
എല്ലാ വർഷങ്ങളിലും ഒരേ അക്കൗണ്ടിംഗ് രീതികൾ ഉപയോഗിക്കണം. എല്ലാ വർഷങ്ങളിലും ഒരേ അക്കൗണ്ടിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കണം. അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങൾ എല്ലാ വർഷങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യണം എന്ന് ഈ തത്വം പറയുന്നു. എല്ലാ വർഷങ്ങളിലും ഒരേ അക്കൗണ്ടിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കണം. This concept will facilitate inter-firm comparison and intra-firm comparison if accounting policies and procedures followed by business enterprises are uniform and consistent. This concept will facilitate inter-firm comparison and intra-firm comparison if accounting policies and procedures followed by business enterprises are uniform and consistent. വ്യാപാര സ്ഥാപനങ്ങൾ പിന്തുടരുന്ന അക്കൗണ്ടിംഗ് നയങ്ങളും നടപടിക്രമങ്ങളും ഒരേ രൂപവും സ്ഥിരവുമാണെങ്കിൽ, ഒരേപോലെയും അല്ലെങ്കിൽ ഒരേ രൂപവും സ്ഥിരവുമാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ പിന്തുടർന്ന അക്കൗണ്ടിംഗ് നയങ്ങളും നടപടിക്രമങ്ങളും ഒരേപോലെയും സ്ഥിരവുമാണെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള താരതമ്യവും സ്ഥാപനത്തിനകത്തുള്ള താരതമ്യവും ഈ തത്വം സാധ്യമാക്കും. സ്ഥാപനങ്ങൾ പിന്തുടർന്ന അക്കൗണ്ടിംഗ് നയങ്ങളും നടപടിക്രമങ്ങളും ഒരേ രൂപവും സ്ഥിരവുമാണെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള താരതമ്യവും സ്ഥാപനത്തിനകത്തുള്ള താരതമ്യവും ഈ തത്വം സാധ്യമാക്കും. അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങൾ എല്ലാ വർഷങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യണം എന്ന് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നു. എല്ലാ വർഷങ്ങളിലും ഒരേ അക്കൗണ്ടിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കണം. വ്യാപാര സ്ഥാപനങ്ങൾ പിന്തുടരുന്ന അക്കൗണ്ടിംഗ് നയങ്ങളും നടപടിക്രമങ്ങളും ഒരേ രൂപവും സ്ഥിരവുമാണ് എങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള താരതമ്യവും സ്ഥാപനത്തിനകത്തുള്ള താരതമ്യവും കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് സാധ്യമാക്കും. നെക്സ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്. മുൻകരുതൽ തത്വം. അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ ഓർമ്മപ്പെടുത്തുന്നതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. കരുതലോടെ നീങ്ങുക എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺസെപ്റ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ ഓർമ്മപ്പെടുത്തുന്നതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. കരുതലോടെ നീങ്ങുക എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസർവേറ്റിസം കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് all anticipated losses should be recorded in the books of account, but anticipated profits should not be recorded. If anticipated profit is more than actual profit, it may lead to distribution of dividends out of capital. This concept states that all anticipated losses should be recorded in the books of account, but anticipated profit should not be recorded. If anticipated profit is more than actual profit, it may lead to distribution of dividend out of capital. എല്ലാ മുൻകൂട്ടി കണ്ട നഷ്ടങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. എല്ലാ മുൻകൂട്ടി കണ്ട നഷ്ടങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. പക്ഷെ മുൻകൂട്ടി കണ്ട ലാഭം രേഖപ്പെടുത്തരുത്.
പക്ഷെ മുൻകൂട്ടി കണ്ട ലാഭം രേഖപ്പെടുത്തരുത്. യഥാർത്ഥ ലാഭത്തെക്കാൾ മുൻകൂട്ടി കണ്ട ലാഭം കൂടുതലാണെങ്കിൽ മൂലധനത്തിൽ നിന്നും ലാഭം നൽകുന്നതിലേക്ക് നയിക്കപ്പെടാം. യഥാർത്ഥ ലാഭത്തെക്കാൾ മുൻകൂട്ടി കണ്ട ലാഭം കൂടുതലാണെങ്കിൽ മൂലധനത്തിൽ നിന്നും ലാഭം നൽകുന്നതിലേക്ക് നയിക്കപ്പെടാം. എന്നാൽ അതായത് യാഥാർത്ഥ്യമാകാത്ത ലാഭം ഒരു കാരണവശാലും കണക്കുകളിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ലഭിച്ചതിലും ഉയർന്ന ലാഭമാണ് സ്ഥാപനം വെളിപ്പെടുത്തുന്നതെങ്കിൽ മൂലധനത്തിൽ നിന്നും ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിക്കപ്പെടാം. ഈ തത്വമനുസരിച്ച് പ്രതീക്ഷിത ലാഭം അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തരുത്. ലാഭം നേടിയതായി ഉറപ്പിച്ച ശേഷം മാത്രമേ അവ രേഖപ്പെടുത്താവൂ. എന്നാൽ വിദൂരമായ നഷ്ടസാധ്യത പോലും രേഖപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. ഉദാഹരണമായി, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വാങ്ങിയ വിലയോ വിപണി വിലയോ ഇതിൽ ഏതാണോ കുറവ് അത് മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. പിരിഞ്ഞു കിട്ടാനുള്ള കടത്തിൽ ഭാവിയിലുണ്ടാകാവുന്ന കിട്ടാക്കടത്തിലൂടെയുള്ള നഷ്ടം കണക്കാക്കി രേഖപ്പെടുത്താം. എന്നാൽ ബോധപൂർവം ലാഭം കുറച്ച് കാണിക്കാനോ നഷ്ടം കൂട്ടിക്കാണിക്കാനോ പാടില്ല. എന്താണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്? എല്ലാ മുൻകൂട്ടി കണ്ട നഷ്ടങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. പക്ഷേ മുൻകൂട്ടി കണ്ട ലാഭം രേഖപ്പെടുത്തരുത്. യഥാർത്ഥ ലാഭത്തെക്കാൾ മുൻകൂട്ടി കണ്ട ലാഭം കൂടുതലാണെങ്കിൽ മൂലധനത്തിൽ നിന്നും ലാഭം നൽകുന്നതിലേക്ക് നയിക്കപ്പെടാം. എന്നാൽ വിദൂരമായ നഷ്ടസാധ്യത പോലും രേഖപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. ഉദാഹരണമായി, നീക്കിയിരിപ്പ് ചരക്കിന്റെ അതായത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വാങ്ങിയ വിലയോ വിപണി വിലയോ ഇതിൽ ഏതാണോ കുറവ് അത് മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, ഇതുവരെ ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളിലുള്ള എല്ലാ തത്വങ്ങളും, ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളിൽ വന്നിട്ടുള്ള എല്ലാ തത്വങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിലെ കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ദിവസം നമ്മൾക്ക് ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം നോട്ട്ബുക്കിൽ ഇത് രേഖപ്പെടുത്തുക. തുടർന്ന് എഴുതിയ നോട്ടിൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഈ ചാപ്റ്ററിലുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.